CPIയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. പണ്ട് CPI ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അവസരം ഒരുക്കിയത് ആരാ? കോൺഗ്രസ്സാണ്. അത് കൂടി കണ്ടുകൊണ്ട് അവരും ഇത്തരത്തിൽ ഞങ്ങളോടൊപ്പം അനുകൂലമായി വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായവും ആഗ്രഹവും. അവരെ പല തലങ്ങളിലുള്ള അവരുടെ പല നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. എല്ലാവരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. അവരോട് വരട്ടെ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നവംബർ അവസാനത്തോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്. അതിനു മുമ്പ് UDF-ന്റെ ചില വികസനം ഒക്കെയായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ അന്തരീക്ഷത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ UDF-ന്റെ യോഗം കഴിഞ്ഞ ദിവസം കൂടിയിട്ട് ഞങ്ങൾ ചില തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവേ ഉള്ള തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശബരിമല യാത്രയുടെ കഴിഞ്ഞ്, ശബരിമല എന്ന് പറയുമ്പോൾ വിശ്വാസ സമൂഹത്തിന് വേണ്ടിയുള്ള ഈ ഇതുകൂടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിപുലമായി വീണ്ടും കൂടുക എന്ന് പറയുന്നത് പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് ആദ്യം വരുന്നത്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF അതാത് സ്ഥലങ്ങളിൽ അതാത് ജില്ലകളിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകണം. അതിനേക്കാൾ ഉപരിയായി എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ അവസാനമായി കണ്ടെത്താൻ ഉണ്ട് എങ്കിൽ അത് UDF-ന്റെ നേതൃത്വത്തിൽ ഇവിടെ വരും. ഞങ്ങളത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുക. അങ്ങനെ ഒരു ധാരണയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വിട്ടുപോയ ആളുകൾ, കേരള കോൺഗ്രസ് അടക്കം, അവരെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും UDF-ലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും മൂവ്മെന്റ് നടക്കുമോ? തീർച്ചയായിട്ടും അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ടുള്ള ചർച്ചകൾ, അതിപ്പോൾ എല്ലാം നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല ബുദ്ധിമുട്ടുകളും വരും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നില്ല. എന്നാലും ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം UDF ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്തു നിന്ന് വിട്ടുപോയിട്ടുള്ള പല ആളുകളുമുണ്ട്. എന്തിനേറെ പറയുന്നത് CPIയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. പണ്ട് CPI ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അവസരം ഒരുക്കിയത് ആരാ? കോൺഗ്രസ്സാണ്. അത് കൂടി കണ്ടുകൊണ്ട് അവരും ഇത്തരത്തിൽ ഞങ്ങളോടൊപ്പം അനുകൂലമായി വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായവും ആഗ്രഹവും. അവരെ പല തലങ്ങളിലുള്ള അവരുടെ പല നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. എല്ലാവരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. അവരോട് വരട്ടെ. ഞങ്ങൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു മുന്നണി സംവിധാനത്തിൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലെ ആഗ്രഹം. CPIയുടെ ചില നേതാക്കളൊക്കെ ആയിട്ട് ചർച്ച നടത്തിയെന്നാണ് പറയുന്നത്. അല്ല, അതിപ്പോൾ അങ്ങനെ പറയാൻ CPIയുടെ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച നടത്തി എന്ന് പറയുന്നില്ല. എന്നാലും ചില ആളുകളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്? അതിപ്പോൾ പറയാൻ പറ്റുമോ? അതിപ്പോൾ നിങ്ങളടുത്ത് അത് ഞാൻ തുറന്നു പറഞ്ഞാൽ അതിനകത്ത് പൊട്ടിത്തെറി പല തരത്തിലും ഉണ്ടാകും. അതിപ്പോൾ വരട്ടെ, അതിന് പറയേണ്ട സമയത്ത് ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കും. ഓക്കെ. ഈ CK ജാനു ഇങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു? അല്ല, CK ജാനു UDF കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ കൈവശം ഇതുവരെ അവരുടെ ഇത്തരം ഒരു കാര്യം എൻ്റെ കൈവശം ഇവിടെ UDF-ൽ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. നാളെ ഈ സമയം വരെയും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ ചർച്ച ചെയ്യപ്പെടും. ഓക്കെ. എന്തായാലും വിശ്വാസ സംരക്ഷണ ജാഥ പന്തളത്ത് സമാപിക്കുമ്പോഴേക്കും വലിയ രാഷ്ട്രീയ അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ. അങ്ങ് പറഞ്ഞ പോലെ അങ്ങയുടെ മുന്നണിയിലേക്ക് കുറെ കൂടി പ്രമുഖരായ നേതാക്കളൊക്കെ എത്തട്ടെ, പാർട്ടികൾ എത്തട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഓക്കെ. അയ്യപ്പന്റെ അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ യാത്ര.